നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മാർ പാംപ്ലാനിയുടെ പാസ്റ്റർ കൗൺസിൽ അംഗവും പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയും ഉൾപ്പെടെ ഉള്ളവർക്ക് പോപ്പുലർ ഫ്രണ്ട് ബന്ധമോ? ഇന്ത്യൻ ഗവൺമെന്റ് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ളവരാണോ മാർ പാംപ്ലാനിയുടെ എറണാകുളം അതിരൂപത പാസ്റ്റർ കൗൺസിൽ അംഗവും സെക്രട്ടറിയും എന്നുള്ള സംശയമാണിപ്പോൾ ബലപ്പെടുന്നത്. മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തൽ പാംപ്ലാനിയെയും തട്ടിലിനെയും സംശയത്തിന്റെ നിഴലിലേക്ക് ആക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി വരുന്നു. CBCIയുടെ പ്രസിഡന്റും സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡാംഗവുമായ മാർ ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹം ദീപികയ്ക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിനെ ആധാരമാക്കിയാണ് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ അവരുടെ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ആ വാർത്ത നേരിട്ട് കേൾക്കാം. പ്രത്യേകിച്ച് എടുത്തു പറയുവാനുള്ള രസകരമായ ഒരു സംഭവം, ഈ വാർത്തയ്ക്കൊടുവിൽ ഈ പറയുന്ന എറണാകുളം അതിരൂപതയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയും അതിന്റെ അംഗവും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അവർ പറയുന്ന അഭിപ്രായവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കേൾക്കണം. ന്യൂസിൽ മാധ്യമ പ്രവർത്തകർ ഇതിനെപ്പറ്റി വിശകലനം ചെയ്യുന്നതും പൂർണ്ണമായിട്ടും കേട്ട് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ആൻഡ്രൂസ് താഴത്ത് പറയുന്നത് സീറോ മലബാർ സഭയുടെ കുർബാന തർക്കത്തിന് പിറകിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള അതിഭീകരമായിട്ടുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെ കൈകൾ ഉണ്ട് എന്നാണ് അത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് വെളിപ്പെടുത്തിയത് എന്നാണ്. അതെന്തുമാകട്ടെ, അത് തെളിയിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസികൾ തീർച്ചയായും ഇതിൽ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് സഭാ വിശ്വാസികളുടെ ആവശ്യം. ഇതിൽ ആര് തെറ്റുകാരായാലും, അതിപ്പോൾ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആയാലും അതിന്റെ അംഗമായാലും അവരെ നിയമിച്ച പാംപ്ലാനി ആയാലും സഭാ നേതൃത്വമായാലും പോപ്പുലർ ഫ്രണ്ടുമായിട്ട് അവർക്ക് ബന്ധമുണ്ടെങ്കിൽ, രാജ്യവിരുദ്ധ ശക്തികളുമായിട്ട് അവർക്ക് ബന്ധമുണ്ടെങ്കിൽ, കേരളത്തിന്റെ മതേതര സ്വഭാവം നശിപ്പിക്കുവാൻ ഇവർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ജയിലുകൾക്കുള്ളിൽ അടയ്ക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, നിയമവ്യവസ്ഥിതിയുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ മാർ ആൻഡ്രൂസ് താഴത്ത് പറയുന്നത് ഇത്തരം ക്ഷുദ്രശക്തികളുമായിട്ട് എറണാകുളം വിമതർക്ക് ബന്ധമുണ്ട്. അതായത് എറണാകുളത്തെ പരിശുദ്ധ ബലിയർപ്പണത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ സഭാവിരുദ്ധരായിട്ടുള്ള വിമതരാണ്. അതിന്റെ നേതൃത്വ സ്ഥാനത്തുള്ളവർ ആരൊക്കെയാണെന്ന് ഇന്ന് കേരളത്തിലുള്ള എല്ലാ സീറോ മലബാർ വിശ്വാസികൾക്കും അറിയാവുന്നതുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുവാൻ സാധിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ പ്രമുഖ മാധ്യമവും സീറോ മലബാർ സഭയുടെ മുഖപത്രവുമായ ദീപികയിലാണ് ഈ വാർത്ത വന്നത് എന്നുള്ളതും ഇത് ശരിയല്ലേ എന്ന് ആഴത്തിൽ ചിന്തിക്കുവാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ അവസാനം അഭിപ്രായം പറയുന്ന ഷൈജു ആന്റണി എന്ന വ്യക്തി ചോദിക്കുന്നു, മാർ ആൻഡ്രൂസ് താഴത്തിന് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള അധികാരവും അവകാശവും എവിടെ? ഇതേ ചോദ്യം തന്നെ റിജു കാഞ്ഞുകാരൻ എന്ന വ്യക്തിയും ചോദിക്കുന്നുണ്ട്. ഇവർ ഇത്ര പൊട്ടന്മാരാണോ, വിഡ്ഢികളാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. കാരണം മാർ ആൻഡ്രൂസ് താഴത്ത് ഇപ്പോഴും സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡാംഗമാണ്. അദ്ദേഹത്തിന് ഇങ്ങനൊരു അഭിപ്രായം പറയാനുള്ള പൂർണ്ണമായ അധികാരവും അവകാശവും ഉണ്ട്. അതിലുപരി അദ്ദേഹം അതിലും വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. CBCIയുടെ പ്രസിഡന്റ്, ഭാരത കത്തോലിക്ക സഭയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം കത്തോലിക്ക സഭയുടെ തന്നെ ഒരു കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഔദ്യോഗിക കാര്യങ്ങളാ, ദീപിക ദിനപത്രത്തിന്റെ മുഖപ്രസംഗമായിട്ട് വന്നതാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞ ഈ കാര്യത്തെ വളരെ നിസാരമായി തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങളുടെ പാപക്കറകൾ കഴുകി വെളുപ്പിക്കുവാനാണോ ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത് എന്ന് വിശ്വാസികൾ തന്നെ ചിന്തിക്കട്ടെ. ഇങ്ങനെ സീറോ മലബാർ സഭയുടെ ആരാധന ക്രമത്തിൽ അതിന്റെ സീറോ മലബാർ സഭയുടെ സിനഡ് അംഗീകരിച്ച, മാർപ്പാപ്പയെ അംഗീകരിച്ച പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ ഏകീകരണത്തിന് എതിരായിട്ട് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള രാജ്യം നിരോധിച്ച ഒരു തീവ്രവാദ ഗ്രൂപ്പിനോടൊപ്പം ചേർന്നുകൊണ്ട് എറണാകുളത്തുള്ള വിമതർ കളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടികൾ എടുക്കേണ്ടത് ഇനി മാർ പാംപ്ലാനിയും മാർ തട്ടിലും സീറോ മലബാർ സഭയുടെ സിനഡുമാണ്. കാരണം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡാംഗവും മാർപ്പാപ്പയുടെ മുൻ പ്രതിനിധിയും എറണാകുളം അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഇരുന്നിട്ടുള്ള ഇപ്പോഴും
തൃശൂർ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായിട്ടുള്ള ഭാരത കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായിട്ടുള്ള മാർ ആൻഡ്രൂസ് താഴത്താണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ ഭീകരത മനസ്സിലാകുന്നത്, ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത്. അപ്പോൾ സീറോ മലബാർ സഭ കർശന നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് വിശ്വാസികളുടെ ആവശ്യം. ഇതിന് പോലീസ് നടപടികൾ, നിയമ നടപടികൾ ആവശ്യമാണെങ്കിൽ അതിനും സഭ മുന്നോട്ട് വരണം. അയോഗ്യരായിട്ടുള്ളവരെ പാസ്റ്റർ കൗൺസിൽ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുവാൻ സഭയ്ക്ക് ആർജവമുണ്ടാകണമെന്ന് വിശ്വാസികൾ ചിന്തിക്കുന്നു. ഏതായാലും മീഡിയയിൽ വന്ന വാർത്ത നമുക്ക് നേരിട്ട് കേൾക്കാം. എന്താണ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്? സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിന്റെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ക്രൈസ്തവർക്കിടയിലും തീവ്രവാദ സംഘടനകൾ ഉണ്ടെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ദീപികയ്ക്ക് നൽകിയ പ്രത്യേക ആഭിമുഖ്യത്തിലായിരുന്നു ബിഷപ്പിന്റെ വിവാദ പരാമർശം. അനിൽ ജോർജ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. അനിൽ, അതീവ ഗുരുതരമായ കാര്യങ്ങളെ പറഞ്ഞു വെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, വിവാദകരമാകുന്ന പരാമർശം തന്നെ, എന്തൊക്കെയാണ് ഉള്ളടക്കം? സീറോ മലബാർ സഭയുടെ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ മാത്രമല്ല, ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവനാണ് ആൻഡ്രൂസ് താഴത്ത്. അദ്ദേഹം ആ പദവി, അതായത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവൻ എന്ന പദവി ഒഴിയുകയാണ്. അതിന് തൊട്ടു മുമ്പായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ക്രൈസ്തവർക്കിടയിൽ ചില തീവ്രവാദ സംഘടനകൾ, ക്രൈസ്തവരുടെ ചില സംഘടനകളെ താൻ നിരീക്ഷിക്കുമ്പോൾ അവയിൽ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ, ആ സംഘടനകൾക്ക് തീവ്രവാദ ബന്ധമുണ്ട്, ആ സംഘടനകൾ തീവ്രവാദ സ്വഭാവമുള്ളതാണെന്ന് ആർച്ച് ബിഷപ്പ് പറയുന്നു. അതിനൊപ്പം വളരെ ഗുരുതരമായ മറ്റൊരു കാര്യം പറഞ്ഞു വെക്കുന്നു. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ, അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുർബാന തർക്കമടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ തർക്കത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഇടപെടലുണ്ട്. പോപ്പുലർ ഫ്രണ്ടാണ് അത്തരം കാര്യങ്ങൾക്ക് പിന്നിലുള്ളത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ്, അതായത് പോലീസ് അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ അടുക്കൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ദീപികയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറയുന്നത്. ഒന്നായിരിക്കുന്ന സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇത് എന്ന് പറയുന്നു. അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം കൊടുമ്പിരി കൊണ്ടിരുന്ന നാളുകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രത്യേക ചുമതലയുള്ള അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട സീറോ മലബാർ സഭയിലെ വിമത വിഭാഗത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണ് എന്നാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറയുന്നത്. അദ്ദേഹം സീറോ മലബാർ സഭയുടെ മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ മാത്രമല്ല, ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവൻ എന്ന നിലയിലാണ് പ്രത്യേക അഭിമുഖത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ക്രൈസ്തവർക്കിടയിൽ ചില തീവ്രവാദ സംഘടനകൾ, ക്രൈസ്തവരുടെ ചില സംഘടനകളെ താൻ നിരീക്ഷിക്കുമ്പോൾ അവയിൽ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ, ആ സംഘടനകൾക്ക് തീവ്രവാദ ബന്ധമുണ്ട്, ആ സംഘടനകൾ തീവ്രവാദ സ്വഭാവമുള്ളതാണെന്ന് ആർച്ച് ബിഷപ്പ് പറയുന്നു. അതിനൊപ്പം വളരെ ഗുരുതരമായ മറ്റൊരു കാര്യം പറഞ്ഞു വെക്കുന്നു. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ, അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുർബാന തർക്കമടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ തർക്കത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഇടപെടലുണ്ട്. പോപ്പുലർ ഫ്രണ്ടാണ് അത്തരം കാര്യങ്ങൾക്ക് പിന്നിലുള്ളത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ്, അതായത് പോലീസ് അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ അടുക്കൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ദീപികയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറയുന്നത്. ഒന്നായിരിക്കുന്ന സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇത് എന്ന് പറയുന്നു. അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം കൊടുമ്പിരി കൊണ്ടിരുന്ന നാളുകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രത്യേക ചുമതലയുള്ള അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട സീറോ മലബാർ സഭയിലെ വിമത വിഭാഗത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണ് എന്നാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറയുന്നത്. അദ്ദേഹം സീറോ മലബാർ സഭയുടെ മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ മാത്രമല്ല, ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവൻ എന്ന നിലയിലാണ് പ്രത്യേക അഭിമുഖത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ക്രൈസ്തവർക്കിടയിൽ ചില തീവ്രവാദ സംഘടനകൾ, ക്രൈസ്തവരുടെ ചില സംഘടനകളെ താൻ നിരീക്ഷിക്കുമ്പോൾ അവയിൽ തീവ്രവാദ സീറോ മലബാർ സഭയുടെ മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ മാത്രമല്ല, ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവൻ എന്ന നിലയിലാണ് ഈ പ്രത്യേക അഭിമുഖം നൽകിയിരിക്കുന്നത്. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ
സഭയുടെ പ്രത്യേക സമ്മേളനം ഇപ്പോൾ ബംഗളൂരുവിൽ നടക്കുകയാണ്. അതിൽ കഴിഞ്ഞ 3 വർഷമായി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയെ നയിച്ചുകൊണ്ടിരുന്നത് ആൻഡ്രൂസ് താഴത്താണ്, ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്താണ്. അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പായി ദീപികയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇത്തരം പരാമർശമുള്ളത്. അതായത് സഭ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയെന്ന ചോദ്യത്തിന് പ്രത്യേകമായി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ചില തീവ്രവാദ സംഘടനകൾ സഭയ്ക്കുൾ ക്രൈസ്തവർക്കുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ശരി അനിൽ, ഒരു നിമിഷം. ഇപ്പോൾ ഷിജു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ഷിജു, ഇപ്പോൾ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉന്നയിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശമാണ്. ക്രൈസ്തവർക്കിടയിലും തീവ്രവാദ സംഘടനകൾ ഉണ്ടെന്നും അത് കൃത്യമായിട്ട് ഏതാണെന്നും പറഞ്ഞു വെച്ചുകൊണ്ടുള്ള അഭിമുഖം നൽകിയിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? അല്ല, ഇദ്ദേഹത്തിന്റെ ഞാൻ ആദ്യമേ തന്നെ പേര് പറഞ്ഞ തെറ്റാണ്. റിജു കാഞ്ഞിക്കലാണ് ഞാൻ. ആദ്യമേ തന്നെ പറയട്ടെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 6.5 ലക്ഷം വരുന്ന വിശ്വാസികളും 500ഓളം വൈദികരെയും ഈ പറയുന്ന മനുഷ്യൻ, ഇദ്ദേഹം CBCയുടെ പ്രസിഡന്റ് അല്ല, അതിൽ വലിയ പദവിയിലിരുന്നാലും കഴിഞ്ഞ കുറെ കാലങ്ങളായി എറണാകുളം അതിരൂപതയെ താറടിച്ചു കാണിക്കാൻ സോഷ്യൽ മീഡിയ വഴിയും സാമൂഹ്യ മാധ്യമം വഴിയും സിനഡിലും വത്തിക്കാനിലും 4-5 വർഷമായി അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങൾ പല ഘട്ടങ്ങളിൽ ഞങ്ങൾ വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇദ്ദേഹം ഇതിനു മുമ്പ് മാർപ്പാപ്പയ്ക്ക് നൽകിയ ഒരു ലെറ്റർ, വളരെ രഹസ്യമായി നൽകിയ ലെറ്റർ പുറത്തുവരുന്നു. അത് ഞങ്ങൾ സിനഡിന് മുമ്പിൽ അവതരിപ്പിച്ചതാണ്. എറണാകുളം അതിരൂപതയുടെ ആത്മായ മുന്നേറ്റത്തിന്റെയും വൈദിക സംരക്ഷണ സമിതിയുടെയും പിറകിൽ സാമൂഹിക ചില ക്ഷുദ്ര ശക്തികളുണ്ട്. ഇത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊസിഷനിലിരിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാവുന്ന വാക്കുകളാണോ ഇത്? അദ്ദേഹം ഇത്ര ഉത്തരവാദിത്തപ്പെട്ട ഭാരതത്തിലെ കത്തോലിക്ക സഭയെ നയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു മാന്യനായ വ്യക്തിയാണെങ്കിൽ, മാന്യനല്ല എന്ന് ഞങ്ങൾ 1000 വട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. എറണാകുളം അതിരൂപതയിൽ അദ്ദേഹത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ഒരു പള്ളിയിൽ പോലും കയറി കുർബാന ചെല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കേവലം ഒരു ആരോപണം മാത്രമെന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയണമെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അതായത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ വളരെ വലിയ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് പറഞ്ഞു വെക്കുന്ന വളരെ വാല്യൂ ഉള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിന് പിന്നിൽ ഒന്നുമില്ല, തീർത്തും അത് വെള്ളത്തിൽ വരച്ച വര പോലെയുള്ള ഒരു കാര്യമാണ്, അത്തരമൊരു പരാമർശം മാത്രമാണ് എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. അതിലൊരർത്ഥവുമില്ല എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുക തന്നെയാണോ? ഞാനങ്ങനെ പറയുന്നില്ല. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തെ വലിപ്പത്തെ കുറിച്ച് എന്തെങ്കിലും ബോധ്യം, ഒരു ശതമാനമെങ്കിലും തന്റെ പദവിയെ കുറിച്ച് ബോധ്യവും അതിനെക്കുറിച്ച് അഭിമാനവും ഉണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് തെളിവ് സഹിതം പുറത്തുവിടണം. അല്ലാതെ അവിടെ എവിടെയൊക്കെ ഇരുന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് കാര്യമുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം. ശരി, വളരെയധികം നന്ദി ശ്രീ റിജു കാഞ്ഞൂക്കാരൻ ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന്. ഇപ്പോൾ ഷൈജു ആന്റണി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷൈജു, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ മാർ ആൻഡ്രൂസ് താഴത്ത് ഉന്നയിച്ചിട്ടുള്ളത്. അത് താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ. സഭയിലെ കുർബാന തർക്കത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു ആ ഘട്ടത്തിൽ? ഇതിനകത്ത് പ്രതികരിക്കാനുള്ള ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം, മാർ ആൻഡ്രൂസ് താഴത്ത് ഈ സഭയിലെ കുർബാന തർക്കത്തിന്റെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന്റെ മെത്രാപ്പൊലിത്തൻ വിചാരിക്കും ഈ നിലപാടുണ്ടോ ഇല്ലയോ എന്ന് പറയണം. സഭയുടെ നിലപാട് പറയാൻ, സീറോ മലബാർ സഭയുടെ നിലപാട് പറയാൻ ആൻഡ്രൂസ് താഴത്തിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ആൻഡ്രൂസ് താഴത്ത് പണ്ട് മുതലേ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ വിഷം ചീറ്റുന്ന ഒരു വിഷവിത്താണ്. അദ്ദേഹത്തിന് അതല്ല അതിന്റെ അപ്പുറവും പറയാം. ആൻഡ്രൂസ് താഴത്ത് എന്തെങ്കിലും പറയുന്നു എന്നുണ്ടെങ്കിൽ അത് ആൻഡ്രൂസ് താഴത്ത് തെളിയിക്കണം. ഈ മെത്രാന്മാരുടെ പഴയ കാലത്തെ 1 നൂറ്റാണ്ട് മുമ്പ് ജീവിക്കുന്ന മനുഷ്യരാണ് ഇവരൊക്കെ. ആ മനുഷ്യരുടെ വിചാരം അവരൊക്കെതിരെ പറയുന്നവരെയൊക്കെ പോപ്പുലർ ഫണ്ടെന്നോ അല്ലെങ്കിൽ സുഡാപ്പിന്നോ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഈ എതിര് നിൽക്കുന്നവരൊക്കെ പേടിച്ചു പോകുമെന്നുള്ള ഒരു ധാരണ ഈ പാവപ്പെട്ട മെത്രാന്മാർക്കുണ്ട്. ഇതിനുള്ള ഒരു ധാരണ അങ്ങനെയാണ്. ഇവരിപ്പോഴും ജീവിക്കുന്നത് 1 നൂറ്റാണ്ട് മുമ്പാണ്. അവരിപ്പോഴും ഈ കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ആൻഡ്രൂസ് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് സംസാരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആൻഡ്രൂസും സീറോ മലബാർ സഭ സിനഡിനകത്തെ ചില മെത്രാന്മാരും തമ്മിലുള്ള പടലപടക്കത്തിന്റെ ബാക്കി പത്രമാണ്.
ശരി, ഓക്കെ, നന്ദി ശ്രീ ഷൈജു ആന്റണി. അപ്പോൾ പടലപ്പിണക്കമാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങളിലേക്ക് നയിക്കുന്നതെന്നാണ് ഷൈജു പറഞ്ഞു വെക്കുന്നത്. അനിൽ ജോർജ് തുടരുന്നുണ്ട്. അനിൽ, ഇപ്പോൾ പറഞ്ഞു വെച്ച പോലെ ഇദ്ദേഹം ഇത് പറയണ എന്നുള്ള ചോദ്യം ഒന്നാമതായിട്ട് ഉണ്ടാകുന്നു. രണ്ടാമതായിട്ട് ഇത് പടലപ്പിണക്കത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന പരാമർശങ്ങളാണെന്ന് മറ്റൊരു വിഭാഗം മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. ഏതു തരത്തിൽ നിൽക്കണം, ഇതിനകത്തെ വസ്തുതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇനി അങ്ങോട്ട് എങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെടും? ഇതിനുള്ളിൽ ഉത്തരവാദിത്തമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവനാണ് അദ്ദേഹം. ആ നിലയിലാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാനത്തർക്കം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത്, അതായത് സീറോ മലബാർ സഭയിലെ ആരാധനാക്രമ തർക്കം ഏറ്റവും തീവ്രമായിരുന്ന സമയത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയുണ്ടായിരുന്ന മെത്രാപ്പോലിത്തയായിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡ് അംഗം കൂടിയാണ് അദ്ദേഹം. അതിനാൽ തന്നെ ഉത്തരവാദിത്തമുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതും സഭയുടെ തന്നെ പത്രമായ ദീപിക പത്രത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഇത്തരം ഒരു പരാമർശങ്ങൾ ഉള്ളത്. അതിനാൽ ഇതിനെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നോട് നടത്തിയ വെളിപ്പെടുത്തൽ എന്ന നിലയിലാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത് വരും ദിവസങ്ങളിൽ സഭയിൽ വലിയ തോതിൽ ഒച്ചപ്പാടുകൾക്കിടയാക്കും എന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ മാധ്യമ വാർത്തയും അതിൽ എറണാകുളം വിമതരുടെ പക്ഷവും കേട്ടുകഴിഞ്ഞു. എറണാകുളം വിമതപക്ഷത്തുള്ള രണ്ട് വ്യക്തികൾ പറയുന്നത് ഇവിടെ ഇങ്ങനൊരു അഭിപ്രായം പറയുവാനുള്ള അവകാശം ആൻഡ്രൂസ് താഴത്തിന് ഇല്ല എന്നാണ്. അതിന് വ്യക്തമായി മാധ്യമ പ്രവർത്തകൻ മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അദ്ദേഹം പറയുന്നത് കൃത്യമായ ഉത്തരവാദിത്തത്തോടുകൂടി സംസാരിക്കുവാൻ അധികാരമുള്ള വ്യക്തിയാണ് ആൻഡ്രൂസ് താഴത്തെന്ന് മാധ്യമ പ്രവർത്തകൻ പോലും പറയുമ്പോൾ അത്രയും പോലും ഇതിനെപ്പറ്റി വിവരവും ഇതിനെപ്പറ്റി ബോധ്യവും ഇല്ലാത്തവരാണോ എറണാകുളം വിമതർ എന്ന് ചോദിക്കണം. കാരണം മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ആ സമയത്ത്, അതായത് എറണാകുളത്തെ പരിശുദ്ധ ബലിയർപ്പണ പ്രശ്നം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് മാർ ആൻഡ്രൂസ് താഴത്ത് എറണാകുളം അതിരൂപതയുടെ ഇൻചാർജ് ആയിരുന്നു. അദ്ദേഹത്തിന് അറിയാം അവിടെ എന്താണ് സംഭവിച്ചത് എന്ന്. അതിലുപരി അദ്ദേഹം ഇപ്പോഴും സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡാംഗമാണ്, ഭാരത കത്തോലിക്ക സഭയുടെ അധ്യക്ഷനാണ്. അത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു മെത്രാപ്പോലീത്ത പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞ കാര്യത്തിന് തെളിവുണ്ടോ? അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള ബാലിശ്യമായ വെല്ലുവിളികൾ നടത്തിക്കൊണ്ട് എറണാകുളം വിമതർ അവരുടെ തന്നെ മുഖം മൂടി വലിച്ചു കീറിയിരിക്കുക. ഇവിടെ ഇതിൽ പ്രമുഖനായ ഒരു വിമതൻ പറയുന്നത് ആൻഡ്രൂസ് ആൻഡ്രൂസ് എന്ന് പറഞ്ഞാണ് ഒരു മെത്രാപ്പോലിത്തയെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് ഓർക്കണം. ഇതേ വിദ്വാനാണ് നേരത്തെ ഇതേ മെത്രാപ്പോലിത്ത എറണാകുളം അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്റെ കാലുകൾ തല്ലിയൊടിക്കുമ്പോഴോ എന്ന് പറഞ്ഞത് എന്നുകൂടി വിശ്വാസികൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എറണാകുളം വിമതരുടെ വിമത മുഖം, പൊയ്മുഖം, വികൃതമായ മുഖം ഇവിടെ അഴിഞ്ഞു വീണിരിക്കുക. ഇനിയും നടപടികൾ എടുക്കേണ്ടത് സഭാ നേതൃത്വവും സഭയുടെ സിനഡും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുമാണ്. കാരണം ഇതിനു പുറകിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് സർക്കാരിന്റെ പണിയാണ്. അല്ലെങ്കിൽ തന്നെ സഭയ്ക്കെതിരെ നിൽക്കുന്ന ഇത്തരം ക്ഷുദ്രജീവികൾക്കെതിരെ നടപടിയെടുക്കുവാൻ സഭയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. അത് സഭ നടത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.